എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ഏപ്രിൽ മാസം വളരെ നല്ലൊരു മാസമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം $95,000 ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു നല്ല രീതിക്ക് എത്തി എന്നുണ്ടെങ്കിലും വളരെ വലിയ സംഭവബഹുലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു മാസമായിരുന്നു ഏപ്രിൽ. എസ്പെഷ്യലി വോളറ്റാലിറ്റി എത്രമാത്രം ഭീകരമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു മാസമായിരുന്നു ഏപ്രിൽ, അല്ലേ? ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റാണ് എന്നുണ്ടെങ്കിലും 5-9% ഒക്കെ, ഒരു 5-10% ഒക്കെ ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഏപ്രിലിൽ കണ്ടത്. മെയിനായിട്ട് ഈ ഒരു ട്രംപിൻ്റെ താരിഫ് കാര്യങ്ങൾ, ട്രേഡ് വാർ കാര്യങ്ങൾ എല്ലാം കാരണം കൊണ്ടാണ് ഇത്രയും ഒരു വൊളട്ടൈൽ ആയിട്ടുള്ള ഒരു മാസമായത് ഏപ്രിൽ. സോ എന്തായാലും കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏപ്രിലുള്ള ഈ ഒരു ടാർഗറ്റ് $90,000 എന്നുള്ളത് എന്തായാലും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $95,000 മുകളിലാണ്. സോ ഇനി ഈ ഒരു മെയിലുള്ളൊരു ടാർഗറ്റിലോട്ട് എത്താൻ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മുകളിലോട്ട് പോയാൽ മതി. സോ ഏകദേശം ഒരു 5% മുകളിലോട്ട് പോയാൽ തന്നെ നമുക്ക് ഈ ഒരു മെയിലുള്ള ഈ ഒരു $100,000 എന്നുള്ളൊരു ടാർഗറ്റിലോട്ടും എത്താനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. സോ എന്തായാലും വരുന്ന മാസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു മെയ് മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ ഏപ്രിൽ മാസത്തെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഏപ്രിൽ മാസം നടന്നത് എന്ന് നോക്കാം. സോ ഏപ്രിൽ മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി 2013 മുതൽക്ക് ഈ ഒരു വർഷം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി 13% ആണ് ഏപ്രിൽ മാസത്തെ ആവറേജ് റിട്ടേൺ. അതായത് നല്ലൊരു മാസമാണ് ജനറലി എന്നുള്ളതാണ്. സോ ഈ ഒരു ആവറേജിനെക്കാളും ബെസ്റ്റ്, അതിനേക്കാളും ഒരു കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഏപ്രിൽ ഉണ്ടായിട്ടുള്ളത്. 14% ആണ് മന്ത്ലി റിട്ടേൺ. അത് തന്നെ 2025 ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് മന്ത്ലി ഗ്രീൻ കാൻഡിൽ ആണ്. അത് മാത്രമല്ല ETF-ന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 മാസം ഒരു നെഗറ്റീവ് ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത് US-ലുള്ള ETF-കൾ. പക്ഷേ ഏപ്രിലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $2.9 ബില്യൺ ഇൻഫ്ലോ ആണ്. ഏകദേശം 28,000 ബിറ്റ്കോയിൻ ആണ് എല്ലാ ETF-കളും കൂടി ഒരുമിച്ച് വാങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ. ടോട്ടലി നമ്മൾ 2025 ബിഗിനിങ് മുതൽക്ക് ആദ്യത്തെ ഈ ഏപ്രിൽ മാസം വരെയുള്ള 4 മാസത്തെ ടോട്ടൽ ഇൻഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 31,000 ബിറ്റ്കോയിൻ ആണ് ETF-കൾ മൊത്തത്തിൽ വാങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ വാങ്ങുന്നത് ബ്ലാക്ക് റോക്ക് ആണ്. ബ്ലാക്ക് റോക്കിൻ്റെ ഐബിറ്റ് എന്നുള്ള ETF ആണ്. 91% ഇൻഫ്ലോ വരുന്നത് ബ്ലാക്ക് റോക്കിലൂടെയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല മൈക്രോ സ്ട്രാറ്റജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം മാത്രം 25,300 ബിറ്റ്കോയിൻ ആണ് മൈക്രോ സ്ട്രാറ്റജി വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ബിറ്റ്കോയിൻ്റെ പുതിയ സപ്ലൈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,500 ബിറ്റ്കോയിൻ ആണ്. ഇതിപ്പോൾ ഓരോ മാസവും കഴിഞ്ഞ ഹാൽവിങ്ങിന് ശേഷം ഓരോ മാസവും പുതുതായിട്ട് മൈൻ ചെയ്യപ്പെടുന്ന ബിറ്റ്കോയിൻ 13,500 ബിറ്റ്കോയിൻ ആണ്. പക്ഷേ ഏപ്രിൽ മാസം മൈക്രോ സ്ട്രാറ്റജിയും ETF-കളും കൂടി മാത്രം വാങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 53,370 ബിറ്റ്കോയിൻ ആണ്. അതായത് ഒരു മാസം 13,500 ബിറ്റ്കോയിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഒരു മാസം വാങ്ങുന്ന ബിറ്റ്കോയിൻ മൈക്രോ സ്ട്രാറ്റജിയും ETF-കളും കൂടി മാത്രം വാങ്ങിയിരിക്കുന്ന ബിറ്റ്കോയിൻ 53,370 ആണ്. അതായത് ഈ ഒരു ജനുവരി മുതൽക്ക് ഏപ്രിൽ മാസം വരെ മൊത്തം ഉണ്ടായിട്ടുള്ളതിനേക്കാളും കൂടുതൽ ബിറ്റ്കോയിൻ ആണ് മൈക്രോ സ്ട്രാറ്റജിയും ETF-കളും കൂടെ വാങ്ങിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഡിമാൻഡാണ് ബിറ്റ്കോയിന് കഴിഞ്ഞ ബുൾ മാർക്കറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ മൈക്രോ സ്ട്രാറ്റജിയുടെ ഷെയറിൻ്റെ പ്രൈസും ഈ ഒരു മാസം 32% മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് മാത്രമല്ല ബിറ്റ്കോയിൻ്റെ YTD റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.78% എത്തിയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ഡൗൺ ട്രെൻഡ് കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഈ ഒരു ലോസ് കാര്യങ്ങളെല്ലാം റിക്കവറായി. ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്ത് 93,400 എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലും മുകളിലാണ്. സോ YTD റിട്ടേൺ 1.78% ആണ്. സോ ഗ്ലോബലി നമ്മൾ മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ബിറ്റ്കോയിൻ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് ട്രംപ് എലക്റ്റഡ് ആയതിനു ശേഷം ബിറ്റ്കോയിൻ്റെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37.23% ആണ്. അതായത് ഇതുമായിട്ട് മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സും ഇതിന് താഴെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ട്രംപ് താരിഫ് അനൗൺസ് ചെയ്തതിന് ശേഷം, ലിബറേഷൻ ഡേക്ക് ശേഷം ബിറ്റ്കോയിൻ്റെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.73% ആണ്. ബാക്കിയുള്ള ഈവൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ S&P 500 ആണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ്, അതേപോലെ തന്നെ നാസ്ഡാക്ക് പോലുള്ള ഇൻഡെക്സുകളെല്ലാം ഇപ്പോഴും ലോസിലാണ്. പക്ഷേ ബിറ്റ്കോയിൻ ഇപ്പോഴും ഈ ലോസ് കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് റിക്കവറായി ഓൾമോസ്റ്റ് 10% റിട്ടേൺ ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ്. സോ എന്തായാലും ബിറ്റ്കോയിൻ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മളിപ്പോൾ പ്രൈസ് ഓൾ ടൈം ഹൈയിലല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള അസറ്റ് ക്ലാസ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്, ഹൈ ഡിമാൻഡ് ആണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. സോ ഈ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാർഗറ്റിലോട്ട് തന്നെ ബിറ്റ്കോയിൻ പ്രൈസ് വരുന്ന മാസങ്ങളിൽ എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. സോ ഏപ്രിൽ മാസത്തെ ടാർഗറ്റ് നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്തു. മെയ് മാസം ഇനിയിപ്പോൾ ഈ ഒരു $100,000 എത്താൻ വരെ ഒരു 5% കൂടി മുകളിലോട്ട് പോയാൽ മതി. സോ ഈ ഒരു മാസം
മാസം മെയ് മാസത്തോട് കൂടിയിട്ട് തന്നെ ഒരു $100,000 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബൈ ദി എൻഡ് ഓഫ് ജൂൺ ജൂലൈയോട് കൂടിയിട്ട് തന്നെ ഒരു $150,000 എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു മാസം മെയ് മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമതായിട്ട് വരുന്ന മാസത്തിലും ഈ ഒരു മാസവും ETF-കളുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ഇൻഫ്ലോ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ETF-കൾ പൊതുവെ കൂടുതലും വാങ്ങുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴൊക്കെ ETF-ലോട്ടുള്ള ഇൻഫ്ലോ കൂടും. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എപ്പോഴൊക്കെ താഴുന്നോ അപ്പോഴൊക്കെ ETF-ലോട്ടുള്ള ഇൻഫ്ലോ കുറയും. സോ എങ്ങനെയാണോ ജനറലി ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഈ ബിറ്റ്കോയിൻ, അതായത് കൂടുതൽ ആളുകളും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ് ആക്റ്റീവ് ആവുക. ഇതേ ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഈ ഒരു ETF-കളിലും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പാനിക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്ന സ്ഥിതിക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് $100,000 എത്താറായ സ്ഥിതിക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഇൻഫ്ലോ വരികയും കൂടുതൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ വരുന്ന മാസങ്ങളിൽ മെയിലും ജൂണിലും ജൂലൈയിലെല്ലാം നല്ല രീതിക്ക് ETF-കളിലൂടെ ബിറ്റ്കോയിനിലോട്ട് ഒരു നല്ല ഇൻഫ്ലോ വരാനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയ് 1-ാം തീയതി ഇന്നാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ Q1 ഫൈനാൻഷ്യൽ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത്. സോ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മൈക്രോ സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഈ ഒരു ഷെയർ സെല്ല് ചെയ്തിട്ടുള്ള അറ്റ് ദ മണി ഓഫറിംഗ് പ്രോഗ്രാമൊക്കെ ഓൾമോസ്റ്റ് തീർന്ന സ്ഥിതിക്ക് ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത് അടുത്ത മൈക്രോ സ്ട്രാറ്റജിയുടെ ബിറ്റ്കോയിൻ ബൈയിങ് പ്രോഗ്രാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന മാസങ്ങളിൽ നല്ല രീതിക്ക് മൈക്രോ സ്ട്രാറ്റജി വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു 21 ബില്യൺ $42 ബില്യൺ ഈ ഒരു ബിറ്റ്കോയിൻ അക്വിസിഷൻ ക്യാപിറ്റൽ പ്ലാനിൽ ഷെയർ സെല്ല് ചെയ്തിട്ടുള്ള ഈ ഒരു അറ്റ് ദ മണി ഓഫറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് തീർന്നു. ഓക്കെ, അപ്പോൾ ഇനി അവർ അടുത്ത വരുന്ന മാസങ്ങളിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് കൺവേർട്ടബിൾ ബോണ്ടുകളിലോട്ട് ആയിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഇപ്പോൾ ഇന്ന് അവർ പുതിയ അറ്റ് ദ മണി ഓഫറിംഗ് കാര്യങ്ങൾ അനൗൺസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും കോമൺ സ്റ്റോക്ക് കൂടുതൽ സെല്ല് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് വരുന്ന മാസങ്ങളിൽ കൺവേർട്ടബിൾ ബോണ്ടുകളിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ജനുവരിയിൽ മൈക്കിൾ സെയ്ലറിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നതും. അത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ ഡെറ്റ് ലെവൽ വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് മൈക്രോ സ്ട്രാറ്റജിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ $103 ബില്യൺ ആണ്. എൻ്റർപ്രൈസ് വാല്യൂ $113 ബില്യൺ ആണ്. അവരുടെ ടോട്ടൽ ബിറ്റ്കോയിൻ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് $52 ബില്യൺ ആണ്. എംനാവ് എന്ന് പറയുന്നത് വെറും 2.16% ആണ്. അതായത് അവരുടെ മൈക്രോ സ്ട്രാറ്റജിയുടെ ടോട്ടൽ ഡെറ്റ്, കടം എന്ന് പറയുന്നത് ഡെറ്റും പ്രിഫറൻഷ്യൽ ഷെയറും എത്ര പെർസെൻറ്റേജ് ആണ് മാർക്കറ്റ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 10% ആണ്. അത് ടോട്ടൽ ഡെറ്റ് വെറും $8 ബില്യൺ ആണ്. പക്ഷേ അസറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഏകദേശം $52 ബില്യൺ ബിറ്റ്കോയിൻ ഉണ്ട്. പക്ഷേ അത് വാങ്ങാൻ ഉപയോഗിച്ചിട്ടുള്ള കടം എന്ന് പറയുന്നത് വെറും $8 ബില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനി കൂടുതൽ അവർ ലെവറേജ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇനി കൂടുതൽ ഷെയർ സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഷെയറിൻ്റെ വാല്യൂ എന്തായാലും പമ്പ് ചെയ്യണം വലിയ രീതിയിൽ. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ കൂടണം എന്നുണ്ടെങ്കിൽ ഷെയർ സെല്ല് ചെയ്താൽ പോരാ, പകരം അവരുടെ ലെവറേജ് കൂട്ടണം. ഓക്കെ, കൂടുതൽ എത്രത്തോളം വലിയ രീതിയിൽ കടം വാങ്ങിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് ഒരു കമ്പനിയുടെ ലെവറേജ് കൂടുന്നതും ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നതും. അപ്പോൾ കൂടുതൽ കടം വാങ്ങിക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ട് പോയാലും മൈക്രോ സ്ട്രാറ്റജിയുടെ ഷെയർ വലിയ രീതിയിൽ മുകളിലോട്ട് പോകും. താഴോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ അത് കൂടുതൽ മൈക്രോ സ്ട്രാറ്റജിക്ക് വീണ്ടും വലിയ രീതിയിൽ ഷെയർ സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിൽ ഏകദേശം ഒരു $21 ബില്യൺ ഷെയർ സെല്ല് ചെയ്തിട്ട് അവർ ഇത്രയും വലിയ രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ബിറ്റ്കോയിൻ ഉള്ള സ്ഥിതിക്ക് തന്നെ ഈ ഒരു $17 ബില്യൺ ഒക്കെ കൺവേർട്ടബിൾ ബോണ്ടെല്ലാം വളരെ ഈസി ആയിട്ട് അവർ ഇഷ്യൂ ചെയ്തിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് ഇനിയും വലിയ രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് മൈക്കിൾ സെയ്ലർ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ മാസങ്ങളിൽ എങ്ങനെയാണോ മൈക്രോ സ്ട്രാറ്റജി വളരെ ലാർജ് സ്കെയിലിൽ ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുള്ളത്, അതേപോലെ അല്ലെങ്കിൽ അതിലും വലിയ ഒരു പേസിൽ വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് മെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും 96% ആളുകളും ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ്. അതായത് അടുത്ത ഈ ഒരു
അടുത്ത FOMC മീറ്റിങ്ങിന് വെറും ഒരാഴ്ചയുള്ളൂ. അപ്പോൾ ഈ ഒരു 7-ാം തീയതിയാണ് FOMC മീറ്റിംഗ്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാനുള്ള സാധ്യത തീരെ കുറവാണ്. അത് ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് കാര്യങ്ങളും FOMC ചെയർമാൻ്റെ, അതായത് ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിനെ കുറിച്ചിട്ടോ, ഇപ്പോൾ ഇന്നലെ GDP ഫിഗേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് 0.3% എല്ലാം US-ൻ്റെ GDP കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു റിസഷൻ്റെ ഒരു വക്കിലോട്ടൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫെഡിന് മീതെ ഒരു പ്രഷറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അപ്പോൾ ഈ ഒരു ഫെഡിൻ്റെ ഈ ഒരു GDP ഡാറ്റ വന്നിട്ടും ഇപ്പോഴും ഒരു 96% ആണ് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുപരി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ, എന്തെങ്കിലും ഒരു ഫോർകാസ്റ്റ് കാര്യങ്ങളോ ഒക്കെ, ഒരു നല്ല രീതിക്കുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഫെഡിൻ്റെ ചെയർമാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ റേറ്റ് കട്ട് വരുന്ന മാസങ്ങളിൽ ഉണ്ടാവും എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സൂചന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിക്കും, സ്റ്റോക്ക് മാർക്കറ്റിനെയും വളരെ വലിയ രീതിയിൽ ബാധിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ബിറ്റ്കോയിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കാൻഡർ ഫിറ്റ്സ്ജെറാൾഡും USDT ഇഷ്യൂ ചെയ്യുന്ന ടെത്തറും അതേപോലെ തന്നെ ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കും കൂടിയിട്ട് ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്പനി ഏകദേശം 31,500 ബിറ്റ്കോയിൻ തുടക്കത്തിൽ തന്നെ എന്താ പറയുക വെച്ചിട്ടാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനി എക്സാക്ട്ലി മൈക്രോ സ്ട്രാറ്റജി എന്താണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളൊരു മിഷനാണ് അവർക്കുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പനികൾ ഫോം ചെയ്യാനും വലിയ രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. സോ 2017 2016 17 ആ ഒരു ബുൾ മാർക്കറ്റിലൊക്കെ ബിറ്റ്കോയിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ഡിമാൻഡൊക്കെയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു റീറ്റെയിൽ ഡിമാൻഡാണ് ബിറ്റ്കോയിൻ പ്രൈസിന് അത്രയും വലിയ രീതിയിൽ മുകളിലോട്ട് കൊണ്ടുപോയത്. അതേസമയം 2020 2021 എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കൂടുതലും ഒരു ഗ്ലോബൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് ആയിരുന്നു, അല്ല. ഈ ഒരു ടെസ്ല ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നു, അതേപോലെ തന്നെ എൽ സാൽവഡോർ ഒരു ലീഗൽ ടെൻഡറായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഗ്ലോബലി കൂടുതലും ആക്സെപ്റ്റൻസ് വന്നിട്ടുള്ളൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു. ഈ ഒരു ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും മേ ബി ഒരു 5 ടൈംസ് കൂടുതൽ ഡിമാൻഡാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഉള്ളത്. അതും റിയൽ ഡിമാൻഡാണ്. ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങോ കാര്യങ്ങളോ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും കൂടുതലായിട്ടും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ്, ക്യാപിറ്റലാണ് ബിറ്റ്കോയിനിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും വരുന്ന മാസങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരു ഫൈനൽ സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റ് ഈ ഒരു സൈക്കിൾ ഓവർ എന്നുള്ള സിനാരിയോ ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ബിഗിനിങ്ങിലും പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏർലി സൈക്കിൾ, ഒരു 2024 2025 ബിഗിനിങ്ങോടുകൂടിയുള്ള ഒരു ഏർലി സൈക്കിൾ കാര്യങ്ങൾ എന്നും ഓൾമോസ്റ്റ് ഇൻവാലിഡേറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു നോർമൽ സൈക്കിൾ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ തന്നെ കണ്ടിന്യൂ ചെയ്യും ബൈ ദ എൻഡ് ഓഫ് 2025, അല്ലെങ്കിൽ ഒരു ബൈ ദ എൻഡ് ഓഫ് ഒരു 2026 Q1 ഒരു എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു സൈക്കിളിലെ ഏറ്റവും പീക്ക് പ്രൈസ് എത്തും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവായി ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.